ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ കറന്റ് തോട്ട്സ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം. എന്ത് തന്നെയാവട്ടെ, ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയാണ് അവരുടെ മൈൻഡിലേക്ക് നിങ്ങളെക്കുറിച്ച് വരുന്ന ആ ഒരു തോട്ട്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വീഡിയോ മുഴുവനായി തന്നെ കാണുവാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഡീപ്പ് ആയിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. അതിനുശേഷം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. നിങ്ങളുടെ പേഴ്സന്റെ നെയിം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരിക. അതോടൊപ്പം അവരുടെ ഫേസ് മനസ്സിലേക്ക് ഓർത്തുകൊണ്ടേയിരിക്കുക. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ബ്രേക്കപ്പ് സിറ്റുവേഷനോ ആണെങ്കിൽ പോലും നിങ്ങളായിട്ട് ആ ഒരു പേഴ്സൺ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഉള്ള ആ ഒരു നല്ല നല്ല മൊമെന്റ്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ തിങ്ക് ചെയ്ത് മാത്രം ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ ഇപ്പോൾ അവരുടെ മൈൻഡിൽ അല്ലെങ്കിൽ അവരുടെ ഒരു തോട്ട്സ് എന്ന് പറയുന്നത് ഒരു ന്യൂ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ചിട്ടാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതും നിങ്ങളുടെ ഒരു ഓർമ്മ തന്നെയാണ് അവരുടെ മൈൻഡിൽ, അവരുടെ ഒരു ഓർമ്മകളിലും അവരുടെ ചിന്തകളിലും എല്ലാം നിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു പക്ഷേ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം. എന്ത് തന്നെ ആയാലും ആ ഒരു പേഴ്സൺ എന്തായാലും ഒരു സ്റ്റാർട്ടിങ്, ഒരു ന്യൂ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ കാർഡ് വന്നിരിക്കുന്നത്. സെവൻ ഓഫ് സോൾസിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ നല്ല രീതിക്ക് ചീറ്റ് ചെയ്തിട്ട് പോയ ഒരു വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ ഉപേക്ഷിച്ച് പോയൊരു വ്യക്തികളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ പോയ സ്ഥലത്ത് നിന്ന് എന്തൊക്കെയോ തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് കാർഡുകളിലേക്ക് വരുമ്പോൾ നമുക്കത് അറിയാൻ വേണ്ടി പറ്റും. എന്തായാലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ആ ഒരു പേഴ്സൺ നിങ്ങളിപ്പോൾ വിഷമിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അവരുടെ ഒരു തിരിച്ചുവരവിനായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു മാറ്റം വേണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരിപ്പോൾ എന്തായാലും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ലൈഫിന്റെ ഒരു ന്യൂ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച് തന്നെയാണ്.
ഓക്കെ, ആ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയെങ്കിലും ഇപ്പോൾ അവരുടെ മൈൻഡിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ, നിങ്ങളുടെ ആ ഒരു തോട്ട്സ് നല്ല രീതിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരൊരു പുതിയ തുടക്കത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. യെസ്, ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയെങ്കിലും അവർ ആഗ്രഹിച്ചതുപോലെ, അവളോ അവനോ ആരും ആയിക്കൊള്ളട്ടെ, അവർ ആഗ്രഹിച്ചതുപോലെ അവർക്ക് ആ ഒരു പോയ സ്ഥലത്ത് നിന്നും ഒന്നും തന്നെ ലഭിച്ചില്ല. ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അവരുടെ മനസ്സിനെ വളരെ നല്ല രീതിയിൽ പൊള്ളലേൽപ്പിക്കുന്ന ഒരു അനുഭവമാണ് അവർക്ക് അവിടെ നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്നും തിരിച്ചു നടന്നു. തിരിച്ചു നടന്നു എന്ന് പറയുന്നത് തീർത്തും ഒരു പുതിയ മനുഷ്യനായിട്ട് തിരിച്ചു നടക്കാനാണ് അവർ ആഗ്രഹിച്ചിരിക്കുന്നത്. ആ ഒരു വെളിച്ചത്തിലേക്ക്, ആ ഒരു വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു person ആണ്. ആ ഒരു വെളിച്ചത്തിലേക്ക് എവിടെ നിന്നാണോ അവർ വന്നത് അവിടെ അവർ മുങ്ങിപ്പോയ അവസ്ഥയായിരുന്നു. ആ ഒരു പൊള്ളലിൽ നിന്നും അവർ തിരിച്ച് നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വെളിച്ചത്തിലേക്ക് നടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കിങ് ഓഫ് പെന്റിക്കിൾസിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ അങ്ങനെ ആ ഒരു വലിയ പൊള്ളലേറ്റ് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയി. ആ പോയ സ്ഥലത്ത് അവർക്ക് അവിടെ നിന്നൊന്നും ലഭിച്ചതുമില്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിൽ പൊള്ളലേൽക്കുകയാണ് ചെയ്തത്. പൊള്ളലേൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു വലിയ തിരിച്ചടി അല്ലെങ്കിൽ ഒരു വേദന അവിടെ നിന്ന് ഉണ്ടാവുകയാണ് ചെയ്തത്. അവിടെ നിന്നും നിങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രകാശത്തിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് അവരിപ്പോൾ. ഇപ്പോൾ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് രാത്രിയിലും പകലും എപ്പോഴും നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തകളാണ് അവരുടെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ, നിങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവരുടെ ലൈഫിലെ വളരെയധികം സന്തോഷം കൊടുത്ത ഒരു ദിവസങ്ങൾ എന്നൊരു തിരിച്ചറിവ് ആ ഒരു പേഴ്സണ് വളരെയധികം വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മൈൻഡിൽ, അവരുടെ മുഖത്ത് അവർ പോലും അറിയാതെ ഒരു പുഞ്ചിരി വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഓർമ്മകളിലാണ് അവരിപ്പോൾ സന്തോഷം കണ്ടെത്തുന്നത്. ഒരു പക്ഷേ നിങ്ങളിലേക്ക് അവർ കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. ഇതൊക്കെ അവരുടെ മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അവരൊരു പുതിയ തുടക്കത്തെക്കുറിച്ചെല്ലാം ആലോചിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു പോയ സ്ഥലത്ത് നിന്ന് അവർക്ക് ഒരു പൊള്ളലേൽക്കുകയാണ് ചെയ്തതെന്ന്. അതൊരു ചെറിയ പൊള്ളലല്ല, വലിയ രീതിയിൽ, വളരെ വലിയ രീതിയിൽ തന്നെ അവർക്ക് പോയ ആ ഒരു ഇടത്തിൽ നിന്നും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് അവർ ഏതൊരു സ്ഥലത്തേക്കാണോ പോയത് അവർക്ക് അവിടെ നിന്നും ഒരു വലിയ കർമ്മ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവർ തലയും കുത്തി താഴേക്ക് വീണു എന്ന് പറയുന്നത് പോലെ അത്രയ്ക്ക് വലിയ ഒരു തിരിച്ചടിയാണ് അവരുടെ ലൈഫിലേക്ക് ഉണ്ടായിരിക്കുന്നത്. ടവർ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ ഒരു എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ അവർക്ക് വന്നിരിക്കുന്നത് വലിയൊരു ശനിയാണ്. ശനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും വലിയ, അവരുടെ ലൈഫിൽ അവർക്ക് ഇത്രത്തോളം വലിയ ഒരു തിരിച്ചടി ലഭിച്ചിട്ടുണ്ടാവില്ല. അത്രയും വലിയൊരു തിരിച്ചടി അവർക്ക് പോയ സ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു കണ്ണീര് തന്നിട്ട് അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള ഒരു തിരിച്ചടി അവർക്ക് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്ന ഒരു ഡിപ്രഷൻ മൈൻഡിലൂടെയാണ് അവർ പോകുന്നത്. ഓക്കെ, അവരൊരു നോർമൽ സ്റ്റേജ് അല്ല. അവർക്ക് അത്രത്തോളം മാനസിക ബുദ്ധിമുട്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ അവരുടെ ഒരു തോട്ട്സ് എല്ലാം. അവർക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ, അവരുടെ ജോലിയിലാണെങ്കിലും അതുപോലെ അവരുടെ ഒരു ഫാമിലി, ഇപ്പോഴത്തെ ഒരു ലൈഫിലാണെങ്കിലും ഒന്നും അവർക്കൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നാണ് കാണുന്നത്. ഓക്കെ, ആ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കുന്നു, നിങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ ഓർമ്മകളിൽ ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ടെൻ ഓഫ് പെന്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് ഒരു പക്ഷേ നിങ്ങളൊരു ഫാമിലി ലൈഫ്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നിരിക്കണം. നിങ്ങൾക്ക് കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം. ഓക്കെ, ചിലവരുടെ കേസിൽ അങ്ങനെയായിരിക്കും, മറ്റു ചിലർക്ക് ലവേഴ്സ് ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലി, നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഫാമിലി ലൈഫിൽ
അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ വളരെയധികം സന്തോഷത്തോടു കൂടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് എല്ലാ രീതിയിലും സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യലി ആണെങ്കിലും അവർ വളരെ നല്ല രീതിയിലാണ് നിങ്ങളുടെ കൂടെ നിന്നിരുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും അവർ പോയതോടുകൂടി അവരുടെ എല്ലാവിധ സന്തോഷവും സമൃദ്ധിയും എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇപ്പോഴവരുടെ ഓർമ്മ എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. ആ ഒരു person ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഈ ഒരു നിമിഷമാണ്. അതായത് നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷകരമായ നിമിഷം. ഇതെല്ലാമാണ് ആ ഒരു person ഇപ്പോൾ സന്തോഷം നൽകുന്നത്. അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. പേജ് ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. ജീവിതം അവരെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർ തിരിച്ചറിഞ്ഞു, പഠിക്കേണ്ടതായിട്ട് വന്നു. അതിന്റെ ഒരു കാരണം അവർ തന്നെയാണ്. സ്വന്തം പ്രവൃത്തിയുടെ ഫലമായിട്ട് തന്നെ ആ ഒരു വ്യക്തി ജീവിതം നന്നായിട്ട് പഠിച്ചിരിക്കുന്നു. അവർ ഒരുപാട് ഒറ്റപ്പെട്ടു പോയതായിട്ടാണ് കാണുന്നത്. കാരണം മറ്റൊരാളുടെ കണ്ണുനീര് കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ കണ്ണുനീര് വീഴ്ത്തിയിട്ട് എവിടേക്ക് പോയിട്ടുണ്ടെങ്കിലും അതിന്റെ ഫലം എന്ന് പറയുന്നത് ആ ഒരു കണ്ണുനീര് വീഴ്ത്തിയിട്ട് പോകുന്ന ആ ഒരു person ന്റെ ഫലം എന്ന് പറയുന്നത് എപ്പോഴും ഇത് തന്നെയായിരിക്കും. അവർ ആ ഒരു കർമ്മ നേരിടാതെ ഒരിക്കലും ലൈഫിൽ സക്സസ് ആവുകയില്ല. അവർക്ക് എല്ലാ രീതിയിലും നഷ്ടപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ പേഴ്സണും സംഭവിച്ചിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. നിങ്ങളെ ചതിച്ചിട്ട് നിങ്ങളിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സുഖം തേടി അല്ലെങ്കിൽ സന്തോഷം തേടി ആ ഒരു പേഴ്സൺ പോയിട്ടുണ്ട് എങ്കിൽ ആ ഒരു പേഴ്സൺ അവിടെ നിന്നും വലിയ പൊള്ളലേറ്റ് തിരിച്ചു നടന്നിട്ടുണ്ട്. പൊള്ളൽ എന്ന് പറയുന്ന വലിയൊരു തിരിച്ചടി, എല്ലാ രീതിയിലും എല്ലാം നഷ്ടപ്പെടുക. അതായത് അവർക്ക് അവരുടെ മനസ്സിനെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരൊരു എന്താ പറയാ ഒരു ഡിപ്രഷൻ മൂഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് ഒരുമിച്ച് ഉണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങളെ ഓർത്തെടുക്കുക എന്നുള്ളതാണ്. ഇത്രത്തോളം ദിവസം നിങ്ങളായിരിക്കും ഇത്രയും നാള് ചിലപ്പോൾ നിങ്ങളായിരിക്കും ആ ഒരു വ്യക്തിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരുന്നത്, ഓരോ നിമിഷവും കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ആ ഒരു കർമ്മ തിരിച്ച് അവരിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ആ ഒരു person ആണ് നിങ്ങളെക്കാൾ കൂടുതലായിട്ട് വിഷമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വേദനിക്കുന്നത്. അവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത് ഓർത്തിട്ട് വേദനിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. മജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു person ഇപ്പോൾ നിങ്ങളെ ഓർക്കുക മാത്രമല്ല, അവരിപ്പോൾ ഇത്രയും നാളും നിങ്ങൾ ആ ഒരു person നെ manifest ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർ നിങ്ങളെ തിരിച്ച് manifest ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ thoughts എല്ലാം നിങ്ങളെ കുറിച്ചിട്ടാണ്. എത്രയും വേഗം നിങ്ങളിലേക്ക് മടങ്ങി വരണം, അതിനു വേണ്ടിയിട്ട് അവർ നിങ്ങളെ manifest ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അവർ ഒരുപാട് spiritually connected ആയിരിക്കുന്നു. okay, നിങ്ങളെ നേടുന്നതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന വ്യക്തികളായിട്ടാണ് അവരിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ ആ ഒരു person ന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കാം. പക്ഷെ അവരുടെ ഉള്ളിൽ അവരുടെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പക്ഷേ അവരെ ഉപേക്ഷിച്ച് cheat ചെയ്തിട്ട് പോയത് കൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് change ആയി കാണും എന്നൊരു പേടിയാണ് അവരുടെ ഉള്ളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരിപ്പോൾ നിങ്ങളെ manifest ചെയ്യുന്നു. നിങ്ങളിലേക്ക് എത്രയും വേഗം എത്താനും നിങ്ങൾ ആ ഒരു person ലേക്ക് attract ആവാനും വേണ്ടിയിട്ട് ആ ഒരു person ഇപ്പോൾ നിങ്ങളെ manifest ചെയ്തു തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. Knight of Pentacles എനർജിയാണ് വന്നിരിക്കുന്നത്. ആ ഒരു person നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും തയ്യാറെടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. okay, അവർ പോയ ആ ഒരു സ്ഥലത്ത് നിന്നും അവർ തിരിച്ചു നടക്കുകയാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. നിങ്ങളിലേക്കുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നൊരു ചിന്ത അവരിലേക്ക് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഒരു നിമിഷം ചിലപ്പോൾ നിങ്ങളിലേക്ക് ഇനി എത്താൻ വേണ്ടി സാധിക്കില്ല
എന്നാ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അങ്ങനെ ഒരു എനർജിയാണ് അവരിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് അകന്നു നിൽക്കുന്ന സമയമാണെങ്കിൽ നിങ്ങളിൽ പല വ്യക്തികളും ഒരു പക്ഷേ അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നും എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ പലരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതോടൊപ്പം തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ച് പോയത് കൊണ്ട് തന്നെ അവർ അവരുടെ ലൈഫിൽ ഒരു കർമ്മ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതിനുള്ള ആ ഒരു പെയിൻ അവർ മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് വരണം എന്നായിരിക്കും നിങ്ങളിൽ പല വ്യക്തികളും ഇവിടെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിങ്ങളിലേക്കുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് എന്ന് ആ ഒരു പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. അവരെന്തായാലും എന്ത് റിസ്കും എടുത്തും നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചിട്ട് അവിടെ നിന്നും നടന്നു തുടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. അവർ ഒരുപാട് tired ആണ്. അവരുടെ ഈ ഒരു ദുഃഖം, അവർ ചെയ്ത ആ ഒരു ചതിയുടെ ഭാരം, അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടെ മനസ്സിന് അവർക്ക് പോയ സ്ഥലത്ത് നിന്ന് ഏറ്റ ഒരു വേദന, നിങ്ങളെ വേദനിപ്പിച്ചതിന് കൊണ്ട് അവർ നേരിടേണ്ടി വന്ന ആ ഒരു പ്രത്യാഘാതം, ഇതെല്ലാം കൂടെ ചുമന്ന് അവർ ഒരുപാട് tired ആയിട്ട് പൂർണ്ണമായിട്ടും ഒരു പരിവർത്തനത്തിന് നിങ്ങളുടെ person തയ്യാറായിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അവരിൽ ഒരു പൂർണ്ണ പരിവർത്തനം നടക്കുന്നു. ഇനിയും ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. ഇതിൽ പൂർണ്ണമായിട്ടും ഒരു മാറ്റം വരണം എന്നാണ് ആ ഒരു person ആഗ്രഹിക്കുന്നതും അതനുസരിച്ചിട്ട് അവർ അതിനു വേണ്ടി തയ്യാറായി കഴിഞ്ഞു. ദുഃഖത്തിന്റെയും കുറ്റഭാരത്തിന്റെയും കുറ്റബോധത്തിന്റെയും ഭാരം ചുമന്നിട്ട് അവർ ഒരുപാട് stressed ആയിട്ടാണ് കാണുന്നത്. Yes, 5 of Wands ന്റെ energy ആണ് വന്നിരിക്കുന്നത്. അവർ പോയ ആ ഒരു സ്ഥലത്ത് അവരുടെ കൂടെ ആരൊക്കെയാണോ നിങ്ങളെ cheat ചെയ്തിട്ട് പോയപ്പോൾ ഉണ്ടായിരുന്നത്, ആ ഒരു person അവരെല്ലാവരും തന്നെ നിങ്ങളുടെ person ന് അപ്രതീക്ഷിതമായിട്ട് ഒരു തിരിച്ചടി, ഒരു പൊള്ളലാണ് കൊടുത്തത്. എല്ലാ നിങ്ങളെ ചതിച്ചതുപോലെ തന്നെ അവർക്ക് പോയ സ്ഥലത്ത് നിന്നും ഒരു വലിയ വൻ ചതി നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിലൂടെ അവർക്ക് അവരുടെ മനസ്സമാധാനം, സന്തോഷം, അതുപോലെ തന്നെ അവരുടെ ഒരു financial stability എല്ലാ രീതിക്കും അവർക്ക് bad ആയിട്ട് ബാധിച്ചു. ഇപ്പോഴവർ ഞാൻ പറഞ്ഞു ഒരു പൂർണ്ണമായ പരിവർത്തനത്തിന് തയ്യാറാവുകയാണ്. അവരിൽ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു person ആ ഒരു വെളിച്ചം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവർ ആ ഒരു ഇരുട്ടിലേക്ക് അവർ ഒരു വെളിച്ചവും പിടിച്ചു നിൽക്കുന്നത് നിങ്ങളിലേക്കുള്ള യാത്രയിലേക്കാണ്. നിങ്ങളിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്താൻ പറ്റില്ല എന്ന് ആ person അറിയാം. അതുകൊണ്ട് തന്നെ ഇനി ഒരു വെളിച്ചത്തിന്റെ ആവശ്യമുണ്ട്. വെളിച്ചം എന്ന് പറയുമ്പോൾ അതായത് പുതിയ രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. പഴയ രൂപത്തിൽ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾ അംഗീകരിക്കില്ല എന്നൊരു ചിന്ത അവരിലേക്ക് കേറിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അവർ അത്രത്തോളം വലിയ ചതി തന്നിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ളത്. നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു person ആ ഒരു വ്യക്തിനെ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിരുന്നത് എന്നുള്ള ഒരു കാര്യം ആ ഒരു person ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് ഒരു പുതിയ വെളിച്ചവുമായി കടന്നു വരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പൂർണ്ണമായും പരിവർത്തനത്തിന് ശേഷം നിങ്ങളിലേക്ക് എത്തണം എന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. Three of Cups ന്റെ energy ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഒരു ആഘോഷം, ഒരു സന്തോഷം എല്ലാം തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കണം. ഇതാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിനു വേണ്ടിയിട്ടാണ് അവർ manifest ചെയ്യുന്നത് പോലും. നിങ്ങൾ മറ്റൊരാളിലേക്കും നിങ്ങൾ പോയിട്ടുണ്ടാകരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു lovers ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയിലേക്ക് ആഗ്രഹം വന്ന്, അല്ലെങ്കിൽ വിവാഹിതയായിട്ടോ വിവാഹിതനായിട്ടോ പോയിട്ടുണ്ടാവരുത്. അല്ലെങ്കിൽ നിങ്ങളൊരു relationship, നിങ്ങളൊരു husband and wife ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു person ൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാകരുത്. ഇതൊക്കെയാണ് അവർ manifest ചെയ്യുന്നത്. നിങ്ങളെ ആ ഒരു person ലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ ഒരുപാട് pray ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കുറ്റബോധത്തിന്റെ ഒരു ഭാരമാണ് അവരിപ്പോൾ ചുമക്കുന്നത്. Yes, Knight of Swords ന്റെ energy ആണ്. ഇത്രയും നാളും നിങ്ങളിൽ നിന്ന് run ചെയ്തു പോയ ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ അവർ നേരെ തിരിച്ച് നിങ്ങളെ chase ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ പുറകെ ഓടുകയാണ് ഇപ്പോൾ ആ ഒരു വ്യക്തി. ആദ്യകാലങ്ങളിൽ നിങ്ങളാണ് ആ ഒരു person ന്റെ പുറകെ ഓടിക്കൊണ്ടിരുന്നത്.
പക്ഷെ ഈ ഒരു സമയത്ത് അവർ നിങ്ങൾക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് വിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണിൽ നിന്ന് വിട്ടു പോകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ ഒരു പേഴ്സൺ അറിയുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അവർ മറ്റു പല വ്യക്തികളിൽ നിന്നും നിങ്ങളെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ എവിടെയാണ്, എന്താ ചെയ്യുന്നത്, ഇതെല്ലാം ആ ഒരു പേഴ്സൺ അറിയുന്നുണ്ടെന്നാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഫോർ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ആ ഒരു പേഴ്സൺ, നിങ്ങളുടെ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നേരത്തെ. ഓക്കെ, നിങ്ങൾക്കൊരു സ്നേഹത്തിന്റെ കാര്യത്തിലാണ് എങ്കിൽ പോലും ഒരു പിശുക്ക് വെച്ചിട്ടാണ് അവർ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തന്നിരുന്നത്. പക്ഷെ നിങ്ങൾ അതിലെല്ലാം ഒരുപാട് സന്തോഷവാൻ അല്ലെങ്കിൽ സന്തോഷവതിയായിരുന്നു. അവർ നിങ്ങളുടെ കൂടെ ഒന്ന് വേണം എന്ന് തന്നെയായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അവർ ആ ഒരു തരുന്ന സ്നേഹത്തിൽ നിങ്ങൾ ഒത്തിരി സന്തോഷവാന്മാരായിരുന്നു അല്ലെങ്കിൽ സന്തോഷവതികളായിരുന്നു. നിങ്ങൾ അവരുടെ അടുത്ത് പ്രത്യേകിച്ച് യാതൊരു രീതിയിലുള്ള നിബന്ധനകളോ അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള ഒരുപാടുള്ള ആഗ്രഹങ്ങളൊന്നും നിങ്ങൾ അവരോട് പറഞ്ഞിരുന്നില്ല. നിങ്ങൾക്ക് മിതമായ ആഗ്രഹങ്ങൾ മാത്രമേ നിങ്ങൾ ആ ഒരു പേഴ്സണോട് പറഞ്ഞിരുന്നുള്ളൂ. എന്നിട്ട് പോലും നിങ്ങൾക്ക് ആഗ്രഹമുള്ള രീതിയിൽ അവർ നിങ്ങൾക്ക് തന്നിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. പതുക്കെ പതുക്കെ മാറി മാറി, അതായത് നിങ്ങൾ ആ ഒരു പരിചയപ്പെട്ട് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകവേ അവരിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിന്റെ കാരണം അവരൊരു സെൽഫിഷ് പേഴ്സൺ ആയിരുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇപ്പോഴതിനെല്ലാം അവർ ഒരുപാട് കുറ്റബോധം അനുഭവിക്കുന്നുള്ളതായിട്ടാണ് കാണുന്നത്. ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ്. അവരൊരു ഡിപ്രഷൻ മൈൻഡിലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അവര് പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മുന്നിലേക്ക് പല രീതിയിൽ പല വ്യക്തികൾ പ്രപ്പോസൽസ്, ആഗ്രഹങ്ങൾ, സ്നേഹങ്ങൾ എല്ലാമായിട്ട് അവരുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, പല സ്ഥലങ്ങളിൽ നിന്ന്. പക്ഷെ അതൊന്നും അവർ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവരുടെ മനസ്സ് അവിടെ ഒന്നുമല്ല. അവരുടെ മനസ്സെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇപ്പോൾ നിങ്ങളിൽ ഉടക്കി കിടക്കുന്ന അവസ്ഥയാണ്. ദ എംപറർ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന ഒരു അധികാരമോഹിയായിരുന്നു. ഓക്കെ, അവരെന്ന് പറയുന്ന പേഴ്സൺ ഒരുപാട് സെൽഫിഷ് പേഴ്സൺ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവരൊരു അധികാരത്തിന് വേണ്ടിയിട്ട് നിങ്ങളോട് ഫൈറ്റ് ചെയ്യുന്ന എന്ത് കാര്യത്തിന് എപ്പോഴും നിങ്ങളോട് ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജി ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. നിസ്സാര കാര്യത്തിന് പോലും അവർ നിങ്ങളോട് വഴക്കിടുമായിരുന്നു പോകെ വരവേ. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു പിരിയുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ആ ഒരു കുറച്ച് കാലങ്ങൾ എന്ന് പറയുന്നത് അവർ അത്രത്തോളം ഭയങ്കര റഫ് ആയിട്ട് നിങ്ങളോട് പെരുമാറിയ വ്യക്തികളായിട്ടാണ് കാണുന്നത്. ആ ഒരു രീതിയിലേക്കാണ് അവർ നിങ്ങളുടെ അടുത്ത് പെരുമാറിയിരുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് അതിനെല്ലാം അവർ വേദനിക്കുന്നുണ്ട്. സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കണമെന്നും നിങ്ങൾക്ക് ആഗ്രഹമുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് തരേണ്ട ആ ഒരു സ്നേഹവും സാമീപ്യവും എല്ലാം നിങ്ങൾക്ക് പകർന്നു നൽകി നിങ്ങൾക്ക് ഒരു സ്നേഹത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് നിൽക്കണം, നിങ്ങളുടെ കൂടെ നിൽക്കണം. ഇതാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. പുലി പോലെ അല്ലെങ്കിൽ സിംഹത്തിനെ പോലെ ഇരുന്ന ആ ഒരു വ്യക്തി ഇപ്പോഴൊരു ആട്ടിൻകുട്ടിയായിട്ട് മാറിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, സിംഹത്തിന്റെ ഒരു രൂപം നമുക്ക് ഈ ഒരു സൈഡിൽ കാണാം, ഒരു പുരുഷ രൂപം അല്ലെങ്കിൽ ഒരു സ്ത്രീ രൂപം, ഒരു മനുഷ്യ രൂപം നമുക്ക് ഈ സൈഡിൽ കാണാം. ഇവിടെ നമുക്കൊരു ആട്ടിൻകുട്ടീനെയും കാണാം. അതായത് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവരൊരു മനുഷ്യജന്മമായിരുന്നു എങ്കിൽ പോലും അവർക്കൊരു സിംഹത്തിന്റെ ഒരു രീതിയായിരുന്നു. ഓക്കെ, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ രീതി അങ്ങനെയായിരുന്നു. ഭയങ്കരമായിട്ട് അധികാരമോഹിയായിരുന്നു അവര്. എന്നാൽ ഇനി നിങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ആട്ടിൻകുട്ടിയായിട്ട്, ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്നേഹത്തോടു കൂടി ആ ഒരു കർക്കശമായിട്ടുള്ള സ്വഭാവങ്ങളിൽ എല്ലാം മാറ്റം വരുത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, നിങ്ങൾക്ക് ഒരു അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെ വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എയ്റ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പേഴ്സണ് അവരുടെ മുന്നിലേക്ക് ഒത്തിരി ചോയ്സ് ആണ് അവരുടെ മുന്നിൽ വന്നിരിക്കുന്നത്.
പക്ഷേ അതിലേക്കൊന്നും തന്നെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇപ്പോഴവർക്ക് സാധിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു already അവരൊരു depression mind ലാണ് നിൽക്കുന്നത്. അവരുടെ ജോലി ഒരു side ൽ അവർക്ക് ഇരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ family, അവരുടെ സുഹൃത്തുക്കൾ ഇതെല്ലാം അവരുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതിലേക്കൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇപ്പോൾ ആ person ന് സാധിക്കുന്നില്ല. അവരുടെ ജോലിയിൽ പോലും concentrate ചെയ്തിട്ട് മര്യാദക്ക് ചെയ്യാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. അവരൊരു വെളിച്ചം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഹൃദയത്തിന്റെ ഉള്ളില് സ്വയം തിരിച്ചറിയാനുള്ള ഒരു ശ്രമത്തിലാണ് അവരിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയതിന്റെ കുറ്റബോധം അവരെ മൊത്തത്തില് അടിമുടി മാറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് വന്നിരിക്കുന്നത്. 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്. പൂർണ്ണമായും ഒരു ഡിപ്രഷൻ മൈൻഡിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയതായിട്ടാണ് കാണുന്നത്. അവരുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാവരെയും അവർ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അവരുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു കപ്പ് മാത്രമേ അവർ ചേർത്ത് വെച്ചിട്ടുള്ളൂ ഈ ഒരു സമയത്ത്. ആ ഒരു കപ്പ് എന്ന് പറയുന്നത് നിങ്ങളാണ്. ആ ഒരു കപ്പിലേക്കാണ് അവരൊരു പുതിയ ന്യൂ സ്റ്റാർട്ടിംഗ് വേണം എന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഒരു കപ്പിലേക്കാണ്. ഇപ്പോൾ അവരുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ ബാക്കിയുള്ള കപ്പുകളെല്ലാം അവരെ ചവിട്ടി തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് അതൊന്നും വേണ്ട. അവരുടെ family ആയാലും friends ആയാലും മറ്റാരായാലും അവരിപ്പോൾ അതൊന്നും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. പൂർണ്ണമായിട്ടും അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾ മാത്രമാണ്. അവർ complete ഒരു depression അവസ്ഥയിലാണ്. okay, ഒരു anxiety depression stage ലൂടെയാണ് ആ ഒരു person ഇപ്പോൾ കടന്നു പോകുന്നത്. ഹാങ്ഡ് മാനാണ് കിട്ടിയിരിക്കുന്നത്. അവരുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾക്കെല്ലാം പൂർണ്ണമായിട്ടും ഒരു വ്യക്തത കൈവന്നിരിക്കുന്നതായിട്ട് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ചിന്താഗതികൾ എല്ലാം തന്നെ അവർ മാറ്റിയിട്ട് ജീവിതത്തിനെ മറ്റൊരു വ്യൂവിലൂടെ കാണാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. നമുക്കിവിടെ കാണാം ഒരാൾ തലകീഴായിട്ടാണ് കിടക്കുന്നത്. നേരെ നോക്കുന്ന രീതിയിലല്ല ജീവിതം, അല്ലെങ്കിൽ അതിനെ മറ്റൊരു വ്യൂവിലൂടെ കൂടെ നോക്കേണ്ടതുണ്ട്. ജീവിതത്തിനെ നമ്മൾ എല്ലാ വ്യൂവിലൂടെയും നോക്കണം. ഏതാണോ നമുക്ക് ശരി എന്ന് തോന്നുന്നത് ആ ഒരു വ്യൂവിലൂടെ നല്ല രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ. എങ്കിൽ മാത്രമേ അവിടെ ഒരു നല്ല വെളിച്ചം ലഭിക്കുകയുള്ളൂ എന്നൊരു വ്യക്തത നിങ്ങളുടെ പേഴ്സണ് പൂർണ്ണമായിട്ടും വന്നു നിൽക്കുന്ന സമയമാണ് ഇത് എന്നാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. okay, നമുക്ക് bottom of the deck വന്നിരിക്കുന്നത് 8 of wands ന്റെ energy ആണ്. 8 of wands എന്ന് പറയുന്നത് ഒരു information card ആണ്. അതും വളരെ fast ആയിട്ടുള്ള card ആണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു reading നിങ്ങൾക്ക് resonate ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ person വളരെ fast ആയിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം തന്നെ നടത്തിയിരിക്കുകയാണെന്നാണ് കാണുന്നത്. ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എത്രയും വേഗം ഒരു message, ഒരു call അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു information ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് സ്വയം ഉള്ളിലേക്ക് നോക്കി ഏകാന്തമായിട്ടിരുന്ന് അവർ അവരുടെ ഉള്ളിലേക്ക് തന്നെ ഒരുപാട് സത്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അവരെന്താണ്, ആ ഒരു വ്യക്തി എന്താണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് അവര്. അവരുടെ കൂടെ മറ്റാരും തന്നെ ഇല്ല. അവര് തീർത്തും ഒറ്റക്കാണ്. ആരെങ്കിലുമൊക്കെ അവരുടെ അരികിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അവരെ എല്ലാം തന്നെ ആ ഒരു person ഓടിച്ചു വിടുകയാണ്. അതിലേക്കൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. കാരണം അവർ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്കാണ് ഇരിക്കുന്നത്. okay, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നടക്കുന്ന thoughts എന്ന് പറയുന്നത്. നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തയാണ് അവരുടെ ഉള്ളിൽ മുഴുവനായിട്ട് നിൽക്കുന്നത്. നിങ്ങളിൽ പല വ്യക്തികളും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളെ ഓർക്കുന്നില്ലല്ലോ എന്ന്. പക്ഷെ നിങ്ങളെ cheat ചെയ്തിട്ട് പോയ ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം. എന്തായാലും ആ ഒരു കർമ്മ എന്ന് പറയുന്നത് അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ളതാണ് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. വൺസ് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു കണ്ണീര് കണ്ടിട്ട് ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കർമ്മ ഈസ് എ ബൂമറാങ്. അത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയിലും തിരിച്ചടിക്കുന്ന ഒരു ദിവസം വരും. ഒരു പക്ഷേ നമുക്ക് അതിന് വേണ്ടി കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. മറ്റു ചിലർക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ ലഭിച്ചേക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ ആ ഒരു person അവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ ഒരു കർമ്മ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിലൂടെ അവർക്ക് എല്ലാ രീതിക്കും നഷ്ടങ്ങളാണ്. നിങ്ങളാണ് ആ ഒരു person ന്റെ പുറകെ അവരെ chase ചെയ്ത് പോയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു കർമ്മ തിരിച്ച് അവരിലേക്ക് എത്തിച്ചിരിക്കുകയാണത്. ആ ഒരു person ആണ് ഇപ്പോൾ നിങ്ങളുടെ പുറകെ chase ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഒരു യൂണിവേഴ്സിന്റെ പവർ എന്ന് പറയുന്നത്. okay, അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആയി എന്നുള്ളത് അറിയാൻ പറ്റുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ നാളെ വീണ്ടും നല്ല ഒരു റീഡിംഗ് ആയിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എൻ്റെ അടുത്ത് നിന്ന് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്യുന്നതാണ്. അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.